സിറിയക്കെതിരെ യുഎസ് വ്യോമാക്രമണം. യുഎസ് നേതൃത്വത്തിൽ ബ്രിട്ടൻ, ഫ്രാൻസ് സഖ്യസേനയാണ് ആക്രമണം നടത്തിയത്. സിറിയൻ രാസായുധ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമെന്ന് വിശദീകരണം. ആക്രമണം പൂർത്തിയായതായും കൂടുതൽ ആക്രമണങ്ങൾക്ക് പദ്ധതിയില്ലെന്നും അമേരിക്ക. കൂടുതൽ വിവരങ്ങളുമായി അവന്തിക ചേരുകയാണ്. അവന്തിക, അങ്ങനെ അമേരിക്കയുടെ മുന്നറിയിപ്പ് പ്രകാരം തന്നെ അമേരിക്ക ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുകയാണ്. സിറിയക്കെതിരെ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. ഉഗ്രസ്ഫോടനങ്ങളാണ് സിറിയയുടെ പല ഭാഗത്തും നടന്നിരിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? പ്രിയ, ഇതിനു മുമ്പും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു സിറിയയ്ക്ക് മേൽ ആക്രമണം നടത്തുമെന്ന്. എന്നാൽ അതിപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. ട്രംപ് തന്നെ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിറിയൻ രാസായുധ കേന്ദ്രങ്ങൾക്ക് മേലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സിറിയൻ രാസായുധ കേന്ദ്രങ്ങൾക്കെതിരെ യുഎസ് ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ അന്ന് യുഎസ് ഒറ്റയ്ക്കായിരുന്നു ആക്രമണം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് സഖ്യകക്ഷികളായ ബ്രിട്ടനും ഫ്രാൻസിനൊപ്പം ചേർന്നാണ് യുഎസ് ആക്രമണം നടത്തിയിരിക്കുന്നത്. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ വൻ സ്ഫോടനങ്ങൾ ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിനെ യുഎസ് ആക്രമണത്തെ പ്രതിരോധിച്ചതായും സിറിയ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിറിയയ്ക്ക് മേൽ യുഎസ് ആക്രമണം നടത്തിയാൽ ഇതിന് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടായ ആക്രമണത്തിൽ വലിയൊരു തിരിച്ചടി തന്നെ യുഎസ് നേരിടേണ്ടി വരുമെന്ന് റഷ്യയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവന്തിക, അതുപോലെ തന്നെ ഇപ്പോൾ അമേരിക്കൻ നടപടിക്കെതിരെ റഷ്യ രംഗത്തെത്തിയിരിക്കുന്നു. അവന്തിക സൂചിപ്പിച്ചതുപോലെ തന്നെ റഷ്യ എത്തിയിരിക്കുകയാണ്. ഇത് യുദ്ധത്തിന്റെ മറ്റൊരു മുഖമല്ലേ തെളിയിക്കുന്നത്? ഇനിയും കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാവുകയല്ലേ ഇപ്പോൾ റഷ്യയും കൂടെ രംഗത്ത് വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ? അതെ പ്രിയ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം റഷ്യ ഇതിനു മുന്നേ തന്നെ യുഎസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. സിറിയയ്ക്ക് മേൽ ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ റഷ്യ തീർച്ചയായും പ്രതികരിക്കും, അല്ലെങ്കിൽ തിരിച്ചടിക്കുമെന്ന്. അത് തന്നെയാണ് ഇപ്പോൾ പുടിനും വ്യക്തമാക്കിയിരിക്കുന്നത്. സിറിയയ്ക്ക് മേൽ ഇന്നുണ്ടായ രാസായുധ കേന്ദ്രങ്ങൾക്ക് മേലുണ്ടായ പ്രയോഗത്തിൽ റഷ്യ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പ്രതികരണം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സിറിയയും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തങ്ങൾക്കും കഴിയുന്ന രീതിയിൽ തന്നെ തിരിച്ച് പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായാൽ തങ്ങൾക്ക് മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും എന്നും സിറിയയുടെ പ്രതിനിധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്നും ഇപ്പോൾ യുഎസ് വ്യോമാക്രമണം ഉണ്ടായ ശേഷവും അവർ ഈ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും സിറിയക്കെതിരെ വ്യോമാക്രമണം ഉണ്ടായാൽ തങ്ങൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെന്ന രീതിയിലാണ് സിറിയയുടെയും പ്രതികരണം വന്നത്. ഇതിന്റെ സിറിയയുടെ ഒരു നടപടി ഈ ഒരു കാര്യത്തിൽ രാസായുധ കേന്ദ്രത്തിലുണ്ടായ പ്രത്യാക്രമണത്തിന് ശേഷം സിറിയ പ്രതികരിച്ചിരിക്കുന്നത് അവരും ശക്തമായി തന്നെ ഇതിനെ നേരിട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ. ഇനി ഇതുപോലൊരു ആക്രമണം ഉണ്ടായാൽ അവരും ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിറിയക്കെതിരെ യുഎസ് വ്യോമാക്രമണം നടന്നിരിക്കുന്നു. യുഎസ് നേതൃത്വത്തിൽ ബ്രിട്ടൻ, ഫ്രാൻസ് സഖ്യസേനയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. സിറിയൻ രാസായുധ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമെന്ന വിശദീകരണം. വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും അവന്തിക നൽകിയത്. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം രണ്ടാം ദിവസത്തിലേക്ക്. സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഒപി ബഹിഷ്കരണത്തിനൊപ്പം ആശുപത്രികളിൽ രോഗികൾക്ക് കിടത്തി ചികിത്സ നൽകുന്നതിന് ഇന്നു മുതൽ ഡോക്ടർമാർ തയ്യാറാകില്ല. അതേസമയം ബദൽ സംവിധാനമൊരുക്കി സമരത്തെ കർശനമായി നേരിടാനും സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ വകുപ്പുതല നടപടിയെടുക്കുവാനുമാണ് സർക്കാർ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, അങ്ങനെ ഡോക്ടർമാരുടെ സമരം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നു മുതൽ ഒപി വിഭാഗം പ്രവർത്തിക്കില്ല എന്ന് പറയുന്നു. മാത്രമല്ല കിടത്തി ചികിത്സയും ഇനി ഉണ്ടാവില്ല എന്നുള്ള മുന്നറിയിപ്പ് അവർ നൽകുകയാണ്. ഏത് രീതിയിലാണ് സമരം പോകുന്നത്? വിശദാംശങ്ങൾ. പ്രിയ, തീർച്ചയായും രോഗികളെ ബുദ്ധിമുട്ടിലാഴ്ത്തിക്കൊണ്ടുള്ള സമരവുമായി തന്നെയാണ് ഡോക്ടർമാർ രണ്ടാം ദിനത്തിലും സമരം തുടരുന്നത്. രോഗികളെ ഏറെ വലിക്കുന്നത് ഒപികളിൽ എത്തുമ്പോൾ ഡോക്ടർമാരില്ല എന്നുള്ള പ്രശ്നം തന്നെയാണ്. അതിന് ബദൽ സംവിധാനം കഴിഞ്ഞ ദിവസം മുതൽ സർക്കാർ ഒരുക്കിയിരുന്നു. PG ഡോക്ടർമാരുടെയും റെസിഡന്റ് ഡോക്ടർമാരുടെയും ഒപ്പം തന്നെ കരാർ അടിസ്ഥാനത്തിലുള്ള ഡോക്ടർമാരുടെയും സേവനം ലഭ്യമാക്കിക്കൊണ്ടാണ് ഇവർക്ക് ബദൽ സംവിധാനം ഒരുക്കുന്നത്. ഇന്നു മുതൽ കിടത്തി ചികിത്സ കൂടി നിഷേധിക്കുകയാണ് ഡോക്ടർമാർ. ഇത് വലിയ തോതിൽ രോഗികൾക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ചും അത്യാഹിത വിഭാഗത്തിൽ എത്തിയിരുന്നവരെ മാത്രമാണ് ഇന്നലെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. മറ്റുള്ളവരെ ഇന്ന് അതുകൂടി ഇല്ലാതാകുമ്പോൾ അത് രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ഇതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരത്തിൽ രോഗികളെ ബുദ്ധിമുട്ടിലായിരുന്ന സമരത്തിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യവും ഡോക്ടർമാരോട് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് തങ്ങൾ സന്നദ്ധരല്ല എന്നൊരു നിലപാടുമായി തന്നെയാണ് KGMO ഡോക്ടർമാർ മുന്നോട്ട് പോകുന്നത്. ഈ ഒ പി സമയം കൂട്ടിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ ഇവർ സമരം
സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് അത് ആവശ്യത്തിനുള്ള ജീവനക്കാരെ നിയമിച്ചുകൊണ്ടല്ലാതെ ഈ രീതിയിൽ OP സമയം വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. എന്നാൽ ഇത് ഡോക്ടർമാർക്ക് ഒരു അധിക സേവനം അധികമായി അവർക്ക് ജോലി എടുക്കേണ്ടി വരില്ല എന്നുള്ള കാര്യം തന്നെയാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോലിക്ക് ഹാജരാവാത്ത ഡോക്ടർമാർക്കെതിരെ വകുപ്പുതല നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഈ തീരുമാനം കൈക്കൊണ്ടിരുന്നു. അതിൻ പ്രകാരം തന്നെ അതാത് ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അനധികൃത അവധിയായി പരിഗണിച്ചുകൊണ്ട് അവർക്കെതിരെയുള്ള നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും രണ്ടാം ദിനത്തിലും രോഗികൾ ഏറെ ദുരിതത്തിൽ തന്നെയാണ്. പ്രിയ, സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം രണ്ടാം ദിവസത്തിലേക്ക് സമരം കൂടുതൽ ശക്തമാകുന്നതിന്റെ ഭാഗമായി OP ബഹിഷ്കരണത്തിനൊപ്പം ആശുപത്രികളിൽ രോഗികൾക്ക് കിടത്തി ചികിത്സ നൽകുന്നതിനും ഇന്നു മുതൽ ഡോക്ടർമാർ തയ്യാറാകില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. വിവരങ്ങളാണ് ഷീജ നൽകിയത്. ആദ്രം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നടപ്പിലാക്കിയ OP സംവിധാനം മൂലം ജോലിഭാരം കൂടുന്നുവെന്ന ഡോക്ടർമാരുടെ വാദം പൊളിയുന്നു. നേരത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ 5 മണിക്കൂർ ഡ്യൂട്ടി ചെയ്തിരുന്ന ഡോക്ടർമാർ റൊട്ടേറ്റിംഗ് രീതിയിലുള്ള പുതിയ ഡ്യൂട്ടി സമയക്രമീകരണം അനുസരിച്ച് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ 4.5 മണിക്കൂർ മാത്രമാണ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരിക. മതിയായ ജീവനക്കാരെ നിയമിച്ചാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പും ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ സ്വകാര്യ പ്രാക്ടീസിൽ നിന്നുള്ള വരുമാനം നഷ്ടപ്പെടുമെന്നുള്ളതിനാലാണ് KGMOയെ സമരം നടത്തി ആർദ്രം പദ്ധതി അട്ടിമറിക്കുന്നതെന്നാണ് ആരോപണം. സംസ്ഥാന സർക്കാരിന്റെ അഭിമാനകരമായ നവകേരള മിഷന്റെ ഭാഗമായ ആർദ്രം മിഷനിലെ പ്രധാന ദൗത്യങ്ങളിലൊന്നാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നത്. ഇതുപ്രകാരം സംസ്ഥാനത്തെ 170 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുന്ന പ്രവർത്തനം തകൃതിയിലാണ്. 100 കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി രോഗികൾക്കുള്ള ചികിത്സയും തുടങ്ങി. ഇങ്ങനെയുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഡോക്ടർമാരുടെ ഡ്യൂട്ടി സംവിധാനത്തിലും ആരോഗ്യവകുപ്പ് മാറ്റം വരുത്തി. എന്നാൽ പുതിയ OP സമയക്രമീകരണം അധിക ഭാരമാണെന്നും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിച്ചിട്ടില്ലെന്നുമുള്ള വാദഗതിയാണ് ഇപ്പോൾ KGMOയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ ഉയർത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ പുതിയ ഡ്യൂട്ടി സംവിധാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട അനിശ്ചിതകാല സമരത്തിനും ഇവർ തിരിതെളിച്ചിരിക്കുന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഡോക്ടറാണ് എല്ലാ ദിവസവും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ OP നടത്തിയിരുന്നത്. എന്നാൽ പുതുതായി ആരംഭിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ OP സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ആക്കിയപ്പോൾ 3 ഡോക്ടർമാരെ അനുവദിച്ചു. അതോടെ ഡോക്ടർമാരുടെ ജോലി സമയവും കുറയുകയാണ്. അതായത് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും 1:30 മുതൽ വൈകുന്നേരം 6 മണി വരെയും 4.5 മണിക്കൂർ വീതമാണ് അവരുടെ ഡ്യൂട്ടി സമയം മാറ്റിയത്. ഇതുതന്നെ റൊട്ടേഷൻ വ്യവസ്ഥയിലാണ് നടപ്പിലാക്കുന്നത്. 1957 മുതൽ 2017 വരെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത്. രോഗീ പരിചരണം, പ്രതിരോധ കുത്തിവയ്പ്, ഫീൽഡ് തല പ്രവർത്തനം, സെമിനാറുകൾ എന്നിവയെല്ലാം ഈ ഡോക്ടർ ഒറ്റയ്ക്കാണ് നോക്കിയിരുന്നത്. പൊതുജന സേവനത്തിനായി സമയം നോക്കാതെ ജോലി ചെയ്യുന്ന മഹാഭൂരിപക്ഷം ഡോക്ടർമാർ ഉള്ളപ്പോഴാണ് കേവലം 4.5 മണിക്കൂർ ജോലി ചെയ്യാൻ ചില ഡോക്ടർമാർ മടിക്കുന്നത്. എന്നാൽ തങ്ങളുടെ 4 മണി മുതൽ 8 മണി വരെ എന്നുള്ള സ്വകാര്യ പ്രാക്ടീസിന് തടസ്സമുണ്ടാകുമെന്നതിനാലാണ് KGMOയെ ഇല്ലാത്ത കാര്യം ഉയർത്തിക്കാട്ടി സമരം ചെയ്യുന്നതെന്നും ഒരു വിഭാഗം ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോട്ടറി മാഫിയയ്ക്കെതിരെ കർശനമായ നടപടിയെന്ന് സർക്കാർ. ഒരു തരത്തിലും ലോട്ടറി മാഫിയയ്ക്ക് കേരളത്തിൽ ഇടം നൽകില്ലെന്ന് മന്ത്രി തോമസ് ഐസക്. ലോട്ടറി വിധിയുടെ പകർപ്പ് കിട്ടിയിട്ടില്ല. അതിന്ന് ലഭ്യമായി കഴിഞ്ഞാൽ വിശദമായിട്ട് പഠിച്ച ശേഷം അതിനുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കും. ഒരു കാരണവശാലും ഈ മാഫിയ ലോട്ടറി കേരളത്തിൽ അനുവദിക്കില്ല. അതിനുവേണ്ടി ജനങ്ങളും കൂട്ടായിട്ട് ഇറങ്ങും. കേരളത്തിലെ ആരോഗ്യ സംരക്ഷണത്തിന് കവചമായിട്ടാണ് നമ്മൾ കേരള ഭാഗ്യക്കുറി കാണുന്നത്. ഇത് ഒരു ലോട്ടറി മാഫിയയ്ക്കും അടിയറ വെക്കും. തുടർ നിയമ നടപടി എന്തായാലും ഉണ്ടാകും. പക്ഷേ അത് ഇന്ന് തിങ്കളാഴ്ച അതിന് കോൺഫറൻസും വിളിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ അത് സംബന്ധിച്ച് ചില ധാരണകളിലെത്തും. നിശ്ചയമായിട്ടും മറ്റു നടപടികളുണ്ടാവും. ചിലരും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. കിള്ളിയാറിന് ജീവൻ നൽകാൻ തിരുവനന്തപുരത്ത് ആയിരങ്ങൾ ഇന്ന് കൈകോർക്കുന്നു. കിള്ളിയാർ മിഷന്റെ ആഭിമുഖ്യത്തിലാണ് 22 കിലോമീറ്റർ ദൈർഘ്യത്തിൽ പുഴ ശുദ്ധീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നിലിയ ചേരുകയാണ്. നിലിയ, വിവരങ്ങൾ.
പ്രിയ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആനാടാണ്, തിരുവനന്തപുരത്തെ ആനാടാണ്. ആനാട് കിള്ളിയാർ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ ഇവർ പണി സാധനങ്ങളുമായി നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഡോക്ടർ തോമസ് ഐസക് ആയിരുന്നു ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്തത്. രാവിലെ അദ്ദേഹം ഒരു ചെറിയൊരു പൊതുസമ്മേളനം പോലെ നടന്നു. അതിനുശേഷം അദ്ദേഹം വന്ന് കിള്ളിയാർ വൃത്തിയാക്കുകയായിരുന്നു. കിള്ളിയാർ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് കിള്ളിയാർ വളരെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരാറാണ്. കാരണം തിരുവനന്തപുരം ചരിത്രം എടുത്തു നോക്കിയാൽ ഒരു കാലത്ത് തിരുവനന്തപുരത്തെ കർഷകർ മുഴുവൻ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ കൃഷി മുഴുവൻ കിള്ളിയാറിനെ ആശ്രയിച്ചായിരുന്നു എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി സാമൂഹ്യ വിരുദ്ധർ എന്ന് പറയാം, അവർ മാലിന്യങ്ങൾ വലിച്ചെറിയുകയും അതിനെ തുടർന്ന് കിള്ളിയാർ നശിച്ചു പോകുകയുമായിരുന്നു. കേരളത്തിലെ വരട്ടാർ മാതൃകയിൽ കിള്ളിയാറിനെ വൃത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്ന് തോമസ് ഐസക് പറഞ്ഞു. 22 കിലോമീറ്റർ നീളമുള്ള കിള്ളിയാർ ഒരൊറ്റ ദിവസം കൊണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരൊറ്റ ദിവസം കൊണ്ട് വൃത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം. 31 കൈത്തോടുകളും 51-ലേറെ വരുന്ന നീർച്ചാലുകളുമാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. തടയിടകൾ കെട്ടി ജലം സംരക്ഷിക്കുക എന്നതും പിന്നെ കയർഭൂവസ്ത്രം സ്ഥാപിച്ച് വെള്ളം സംരക്ഷിക്കുക, കിള്ളിയാറിന് ഇരുവശങ്ങളിലും വൃക്ഷത്തൈകൾ നടുക എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് കിള്ളിയാർ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്നത്. നിരവധി ആളുകളാണ് കിള്ളിയാർ വൃത്തിയാക്കുന്ന ഈ പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പ്രിയ, വിവരങ്ങളാണ് നിലിയ നൽകിയത്. കത്വ ജില്ലയിലെ 8 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ കശ്മീരിൽ PDP നേതാക്കൾ ഇന്ന് യോഗം ചേരും. പ്രതികൾക്കു വേണ്ടി തെരുവിലിറങ്ങിയ BJP നേതാക്കൾ കഴിഞ്ഞ ദിവസം രാത്രി രാജിവെച്ചത് മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണെന്നാണ് റിപ്പോർട്ടുകൾ. ഉന്നാവോ കേസിൽ BJP MLA കുൽദീപ് സിംഗ് സെംഗാറിന്റെ അറസ്റ്റ് CBI രേഖപ്പെടുത്തിയത് BJPക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. രാജ്യം ഞെട്ടിയ കത്വ ഉന്നാവോ പീഡന വാർത്തകൾ പുറത്തുവന്ന 36 മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി വിഷയത്തിൽ പ്രതികരിച്ചത്. രാജ്യത്തിനാകെ നാണക്കേടാണ് സംഭവമെന്ന് മോദി അഭിപ്രായപ്പെട്ടു. അതേസമയം കത്വ പീഡന കേസിലെ പ്രതികൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയ BJP മന്ത്രിമാരായ ലാൽ സിംഗും ചന്ദ്രപ്രകാശ് ഗംഗയും കഴിഞ്ഞ ദിവസം രാത്രി മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു. പ്രതികൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയ മന്ത്രിമാരുടെ നിലപാടിനെതിരെ സഖ്യകക്ഷിയായ PDPക്കുള്ളിലും പ്രതിഷേധം പുകയുന്ന സാഹചര്യത്തിലാണ് ഇവർ രാജിവെച്ചത്. കശ്മീർ മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തുപോകാൻ നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ടുകൾ. പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ രാജ്യമൊട്ടാകെയുള്ള പ്രതിഷേധം കണക്കിലെടുത്ത് PDP സംസ്ഥാനത്തെ പാർട്ടി നിയമസഭാ അംഗങ്ങളുടെയും മുതിർന്ന നേതാക്കളുടെയും യോഗം വിളിച്ചിട്ടുണ്ട്. NDA ഘടകകക്ഷിയായ PDPയിൽ BJPയുമായി വിള്ളലുകൾ ഉടലെടുത്തിട്ടുണ്ട്. പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് BJP നേതാക്കളുമായി ചർച്ച നടത്താൻ വേണ്ടിയാണ് അമിത്ഷാ റാം മാധവിനെ കശ്മീരിലേക്ക് അയച്ചിരിക്കുന്നത്. ഉന്നാവോ കേസിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത BJP MLA കുൽദീപ് സിംഗ് സെംഗാറിന്റെ അറസ്റ്റ് CBI രേഖപ്പെടുത്തിയതോടെ യോഗി സർക്കാരിന് തിരിച്ചടിയായിരിക്കുകയാണ്. ഇരയായ പെൺകുട്ടിയുടെ പിതാവ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട കേസും CBI അന്വേഷിക്കും. അതേസമയം പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവർക്കെതിരെയുള്ള കേസുകൾ 6 മാസം കൊണ്ട് വാദം പൂർത്തിയാക്കണമെന്നും കുറ്റവാളികൾക്ക് വധശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട് ഡൽഹിയിലെ വനിതാ കമ്മീഷൻ ചെയർമാൻ സ്വാതി മലിവാൾ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. ജമ്മുവിൽ 8 വയസ്സുകാരി അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലെ പ്രതികളെ പിന്തുണയ്ക്കുകയും പെൺകുട്ടിയെ ഫേസ്ബുക്കിലൂടെ അപമാനിക്കുകയും ചെയ്ത RSSകാരൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണന്റെ സഹോദരപുത്രൻ. കൊച്ചി മരട് മണ്ഡലം കാര്യവാഹകായ വിഷ്ണു നന്ദകുമാറാണ് മനുഷ്യത്വഹീനമായ പോസ്റ്റ് ഇട്ടത്. കൊടക് മഹീന്ദ്ര മാമംഗലം ബ്രാഞ്ചിൽ ജോലി ചെയ്തിരുന്ന ഇയാളെ കമ്പനി ജോലിയിൽ നിന്നും പുറത്താക്കി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച അതിക്രൂരമായ സംഭവത്തിൽ രാജ്യം ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കുമ്പോഴാണ് നരാധനന്മാരായ കൊലയാളികളെ അനുകൂലിച്ചും കൊല്ലപ്പെട്ട പെൺകുട്ടിയെ അപമാനിച്ചും RSSകാരനായ വിഷ്ണു നന്ദകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട വാർത്തയ്ക്ക് താഴെയായി ഇവളെയെല്ലാം ഇപ്പോഴേ കൊന്നത് നന്നായി, അല്ലെങ്കിൽ നാളെ ഇന്ത്യക്കെതിരെ ബോംബായി മാറുമെന്നായിരുന്നു പോസ്റ്റ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണന്റെ സഹോദരപുത്രനാണ് RSS കൊച്ചി മരട് മണ്ഡലം കാര്യവാഹക കൂടിയായ വിഷ്ണു. RSS നേതാവും നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി കൺവീനറുമായ EN നന്ദകുമാറിന്റെ മകനാണ് ഇയാൾ. സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ ഇയാൾ കോട്ടക് മഹീന്ദ്ര ബാങ്ക് മാമംഗലം അസിസ്റ്റന്റ് മാനേജറാണെന്ന് കൂടി അറിഞ്ഞതോടെ കമ്പനിയുടെ FB അക്കൗണ്ടിലും അസഭ്യവർഷങ്ങളുടെ പൊങ്കാലയായിരുന്നു. അസിസ്റ്റന്റ് ബാങ്ക് മാനേജറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഹാഷ്ടാഗ് ഇട്ട് റേറ്റിംഗ് കുറിച്ചതോടെ 4.5 നിന്നിരുന്ന പേജ് 1.5 കൂപ്പുകുത്തി. ബാങ്കിന് സമീപം പ്രതിഷേധ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. ഇതോടെ ബാങ്ക് അധികൃതർ ഇയാളെ പുറത്താക്കിയതായി അറിയിച്ചു. ഇത്രയും വലിയ ദുരന്തത്തിലുണ്ടായ മോശം പരാമർശത്തിൽ അപലപിക്കുന്നതായും കമ്പനി കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു. ഉന്നാവ കത്വ സംഭവങ്ങളിൽ പ്രതികളെ സംരക്ഷിക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉയർന്നതിനിടെയാണ് കേരളത്തിലെ പ്രമുഖനായ BJP നേതാവിന്റെ സഹോദരപുത്രൻ പരസ്യമായ പ്രതികൾക്ക് പിന്തുണ നൽകുന്നത്.
ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇടവേള. കൈരളി TV സംഘടിപ്പിച്ച NRI ബിസിനസ് അവാർഡ് ഖത്തറിൽ നടന്നു. ഖത്തറിലെ ഷെറാട്ടൺ ഹോട്ടലിൽ വെച്ചാണ് അവാർഡ് ദാന ചടങ്ങ് നടന്നത്. ഖത്തറിലെ വാണിജ്യ വ്യവസായ രംഗത്ത് മികവ് തെളിയിച്ചവർ അവാർഡുകൾ നൽകി. വീടില്ലാതെ തെരുവോരത്ത് കഴിഞ്ഞ നാടോടി കുടുംബത്തിന് കൈത്താങ്ങായി തൃശൂർ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത്. 6 വർഷമായി പാലത്തിനടിയിൽ കഴിഞ്ഞിരുന്ന 22 അംഗ കുടുംബത്തിനാണ് വീടൊരുങ്ങുന്നത്. സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയാണ് 9 കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന കുടുംബത്തെ പുനരധിവസിപ്പിക്കുന്നത്. ഇത് ചേറ്റുവയിലെ പാലത്തിനടിയിൽ കഴിഞ്ഞുവന്ന 55-കാരി കമലത്തിന്റെ 22 അംഗ കുടുംബം. 9 കുട്ടികളടക്കം ഇവർ 6 വർഷമായി ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഒരിക്കൽ പോലും വീടില്ലാത്തത് ഒരു പോരായ്മയായി ഇവർക്ക് തോന്നിയിരുന്നില്ല. എന്നാൽ കുടുംബത്തിലെ കുരുന്നു പെൺമക്കൾക്ക് നേരെ കാമവെറിയന്മാരുടെ അതിക്രമങ്ങൾ ഉണ്ടായതോടെ വീടെന്ന ചിന്ത ഇവർക്കിടയിൽ പൊട്ടിമുളച്ചു. തന്റെ സഹോദരിമാർക്ക് ആരെയും ഭയക്കാതെ ജീവിക്കാൻ സുരക്ഷിതമായ ഇടം നൽകാമോ എന്ന 2ാം ക്ലാസ്സുകാരൻ വിഷ്ണുവിന്റെ ചോദ്യമാണ് പഞ്ചായത്ത് അധികൃതരെ ചിന്തിപ്പിച്ചത്. വലിയ അപകടങ്ങളിലേക്ക് പോയിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്കൊരു സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഗ്രാമപഞ്ചായത്ത് ഏകകണ്ഠമായിട്ടൊരു തീരുമാനം എടുക്കുകയും എങ്ങനെയാണ് ഇവർക്കൊരു സുരക്ഷിത കവചം ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ആലോചനയിലാണ് നമ്മുടെ പഞ്ചായത്ത് ഇപ്പോൾ. തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്തതിനാൽ ഭൂമി അനുവദിക്കുന്നതിനുള്ള അപേക്ഷ പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ പ്രത്യേക അനുമതി പ്രകാരം ഇവ തയ്യാറായി കഴിഞ്ഞു. ജനന തീയതി സംബന്ധിച്ച ആരോഗ്യവകുപ്പിൽ നിന്ന് രേഖകൾ ലഭിച്ചാൽ ഉടൻ വീടിന്റെ നിർമ്മാണം ആരംഭിക്കും. മഴക്കാലത്ത് പാലത്തിനടിയിൽ വെള്ളം നിറയുമെന്നതിനാൽ മെയ് മാസത്തോടെ ഇവർക്ക് പാർപ്പിട സൗകര്യം ഒരുക്കാനാണ് ആലോചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ.